എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ പറഞ്ഞ് എമ്പുരാൻ അടുത്തെത്തിയിരിക്കുകയാണ്. 2019 മാർച്ച് 28 ഒരു പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 6 വർഷങ്ങൾക്കിപ്പുറം റിലീസ് ചെയ്യാൻ പോകുന്നൊരു സിനിമയാണ്. ആ 6 വർഷത്തിലെ ഏറ്റവും കൂടുതൽ ഹൈപ്പുള്ളൊരു സിനിമ തന്നെയാണ് എമ്പുരാൻ. അതിന് മോഹൻലാൽ കാരണമാണ്, പൃഥ്വിരാജ് കാരണമാണ്, ആ ഫുൾ പരിപാടികൾ കാരണമാണ്. ആൻഡ് പോസിറ്റീവ് ആണെങ്കിൽ ഇന്ത്യയിലെ തന്നെ സർവ്വകാല റെക്കോർഡുകളെല്ലാം ബ്രേക്ക് ചെയ്യാൻ പോകുന്ന ഒരു കിടിലൻ സംഭവം തന്നെയായിരിക്കും. പക്ഷേ അതിന് ചില പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. 2019 മാർച്ച് 28 റിലീസ് എന്നൊക്കെ പറയുമ്പോൾ ലൂസിഫർ അത്രയും പഴയ ഒരു കഥയാണ്. അപ്പം അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടാവുക അതിനും ഒരു 2 വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം. 2017-18 കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ളൊരു കഥയ്ക്ക് ഈ 2025 എന്ത് പ്രസക്തി ഉണ്ടാകുമെന്നുള്ളൊരു ചോദ്യചിഹ്നം തന്നെയാണ്. എനിക്ക് തോന്നുന്നു സാഹചര്യത്തിനനുസരിച്ച് സ്ക്രിപ്റ്റിൽ തിരുത്തലുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും കഥ ബേസിക്കലി പഴയതാകാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഡയറക്ഷൻ വെച്ച് നോക്കുമ്പോൾ പൃഥ്വിരാജ് എന്തോ ഒരു അപ്ഡേറ്റഡ് ആണെന്ന് നമുക്ക് ഒരു എത്തും പിടിയില്ല. ഇതിൻ്റെ ഇടയിൽ മലയാളി ഓഡിയൻസിന് ഒരു വലിയ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. അവർ സ്വീകരിക്കുന്ന സിനിമകളിൽ വ്യത്യാസമുണ്ടായിട്ടുണ്ട്. അതിനനുസരിച്ച് ഡയറക്ടേഴ്സ് വരുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ സ്ക്രിപ്റ്റിൻ്റേതായിട്ടുള്ളൊരു പഴമ നമുക്ക് ആ സിനിമയിൽ അനുഭവപ്പെടാനുള്ള സർവ്വകാല ചാൻസും ഉണ്ട്. നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ അപ്പിയറൻസ് ആണ്. മോഹൻലാൽ മുണ്ട് മുടക്കി കുത്തി മാസ് കാണിക്കുക എന്ന് പറയുന്നത് കേരളത്തിൽ അത്യാവശ്യം നല്ല ഒരു സ്ക്രിപ്റ്റ് കൂടെ അതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആളുകൾ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്ന പരിപാടിയാണത്. പോട്ടെ, ലൂസിഫറിൻ്റെ അകത്തെ മാസ് സീനുകൾ തന്നെ നോക്കുകയാണെങ്കിൽ ജയിലിൻ്റെ അകത്തെ ഫൈറ്റ് സീന്, മറ്റേ ആ പാട്ടുള്ള ആളൊഴിഞ്ഞ സ്ഥലത്തുള്ള കാട് പോലിരിക്കുന്ന ആ ഫൈറ്റ് സീന്, പിന്നെ നമ്മുടെ ആടുതോമ റെഫറൻസ്, അതെല്ലാം കൂടി ഒരു രസമുള്ള പാക്കേജ് തന്നെയായിരുന്നു. മോഹൻലാലിൻ്റെ രൂപമാറ്റം അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ഡോൺ എന്ന രീതിയിലൊക്കെ മാറുമ്പോൾ അത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളതൊരു പ്രശ്നമാണ്. സാഗർ ഇലിയാസ് ജാക്കിലൊക്കെ നമ്മൾ കണ്ടുവിട്ടുള്ള പോലത്തെ പരിപാടിയാണെങ്കിൽ അറിയത്തില്ല, അതിനൊരു സാധ്യതയുണ്ട്. ആ തരത്തിൽ മോഹൻലാലിൻ്റെ ക്യാരക്ടർ വീക്കാകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. ഏതായാലും ഈ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റിൽ ലൂസിഫറിൽ മോഹൻലാലിൻ്റെ സീനുകൾ വളരെ കുറവാണെങ്കിൽ പോലും പുള്ളി ഫുൾ ഓൺ ആ സിനിമയിലുണ്ടായിരുന്നു. ഈ സിനിമയിൽ മോഹൻലാലിന് എത്ര സീനുണ്ടാകും, മോഹൻലാൽ ഫുൾ ഓൺ ഉണ്ടോ, അതും ഇനി വേറെ കഥാപാത്രങ്ങൾക്കാണോ ഈ സിനിമയിൽ കൂടുതൽ പ്രിഫറൻസ് ഉള്ളത്? സർപ്രൈസ് ആയിട്ടുള്ള കുറേ കഥാപാത്രങ്ങൾ വരുന്നുണ്ടെന്ന് ഉറപ്പായിട്ട് നമുക്ക് ന്യൂസുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പം അവർക്കുമുള്ള ഒരു സ്ഥലം കൂടെ കൊടുത്തിട്ട് ഏത് രീതിയിലായിരിക്കും ഈ സിനിമ ആളുകളിലോട്ട് എത്തിക്കുക എന്നുള്ളതിലും ഒരു സംശയമുണ്ട്. പിന്നെ ഫസ്റ്റ് പാർട്ടിൽ പൃഥ്വിരാജിന് കുറച്ച് റോളേ ഉള്ളായിരുന്നു. ഭായ്ജാൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന പരിപാടിയായിരുന്നു. എന്നാലും അതത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറൊന്നും അല്ലായിരുന്നു. താടിയൊക്കെ കോർപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു പരിപാടി അത്. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ പുള്ളിക്ക് റോളുകൾ കൂടുതലുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ കഥയെ ബാധിക്കുമെന്നുള്ളതൊരു ചെറിയൊരു പേടി തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള സ്റ്റാർസ് ആണെങ്കിൽ ഇപ്പം ടോവിനോ പോലുള്ളൊരു നടൻ ഒരു സൂപ്പർ സ്റ്റാർ ലെവലിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് സിനിമയിൽ അല്ലെങ്കിൽ കഥാഗതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാകുമോ എന്നുള്ളതും ഒരു രണ്ടാമത്തെ ചിന്തയാണ്. അതിലും കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവാണ്ടിരിക്കുക. അത് സിനിമയെ സംബന്ധിച്ച് ചിലപ്പോൾ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, നമുക്കറിയത്തില്ല. പിന്നുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈപ്പാണ്. ഈ ഹൈപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി ഹൈപ്പോട് കൂടി രാവിലെ 4:30 ഒരു ഷോ വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് സംഭവം മീറ്റ് ചെയ്തില്ലെങ്കിൽ ആളുകൾ പറയും ഭയങ്കര ബോറായിരുന്നു, ഉറങ്ങിപ്പോയി എന്നൊക്കെ പറയും. അപ്പം ആളുകളുടെ ഹൈപ്പ് ഓക്കെ ആക്കിയാണ് പടം വരുന്നതെങ്കിൽ, അതായത് ഒരു എബോവ് ആവറേജ് റെസ്പോൺസാണ് പടത്തിനുള്ളതെങ്കിൽ പടം ഷുവർ ഹിറ്റാണ്. പക്ഷേ ഒരു ബിലോ ആവറേജ് പരിപാടിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പടത്തിന് നല്ല നെഗ് വരാനുള്ള സാധ്യതയുണ്ട്. ഹൈപ്പ് മീറ്റ് ചെയ്താൽ മാത്രം മതി, ആവശ്യത്തിനുള്ള പരിപാടികൾ, എൻ്റർടൈൻ ചെയ്യാനുള്ള പരിപാടികൾ മാത്രം മതി ഈ സിനിമ ഹിറ്റാവാൻ. അതുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പരിപാടിയും ഒക്കെ കണ്ടപ്പോൾ അത് AI ആയിട്ട് ക്രിയേറ്റ് ചെയ്താണെന്നൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നെങ്കിലും അത് വളരെ നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാക്കിയതാണ് മോനെ എന്ന് പറഞ്ഞ് പല ഇൻ്റർവ്യൂകളിലും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജിൻ്റെയും അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെയൊക്കെ ആ ഒരു റെസ്പോൺസ് അതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്ഭുതപ്പെടാൻ കുറേ സംഭവങ്ങളുണ്ടാവും. ഏതായാലും സംഭവങ്ങളൊക്കെ അടുത്തെത്തി അങ്ങ് നിൽക്കുകയാണ്. ഉടനെ തന്നെ പ്രൊമോഷൻസൊക്കെ തുടങ്ങും. പാൻ ഇന്ത്യ ലെവലിലുള്ള പ്രൊമോഷൻസ് ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ഒരു വർത്ത് പ്രൊമോഷൻ ആവട്ടെ എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഇതെല്ലാവരും അറിയട്ടെ. ഇതിനി റീമേക്ക് ചെയ്യാതെ തന്നെ ഇത് പാൻ ഇന്ത്യ ലെവലിൽ ഡിസ്കസ് ചെയ്യപ്പെടട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്യത്തില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ പ്രതീക്ഷയോടെ
ആഗ്രഹങ്ങളോടെ നമുക്ക് വീണ്ടും കാണാം.